ഒന്നും ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ പറയില്ലേ? നന്നായിട്ടൊന്ന് ഓർത്ത് നോക്ക്. എനിക്ക് പേടിയാവുക. ഇയാൾക്ക് ബോധം വന്നാൽ നമ്മളെ പിടിച്ച് അകത്തിട്ടാലോ? ഒന്ന് പൊടി, പേടിപ്പിക്കാതെ. എനിക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ പൊടി തട്ടി പോവും. അവസാനം പോലീസ് എന്നെ ആയിരിക്കും തപ്പി വരിക. നീ ഇങ്ങനെ ചിന്തിക്കുന്ന കാര്യത്തിന് ഗൗരവം അറിയാത്തോണ്ടാ. ഇത് ശരിയാക്കാതെ ഞാൻ പോയ ഭാവി തിരിച്ചെത്തുന്ന ഞാൻ ഇപ്പോഴത്തെ ഞാനായിരിക്കുമെന്ന് പോലും അറിയില്ല. ഭ്രാന്ത് പിടിക്കുക. അതെ, ഞാൻ ഐഡിയ പറയട്ടെ. നമുക്ക് ഇയാളെ നിന്റെ ടൈമിൽ കൊണ്ടുവിട്ടാലോ? അതാകുമ്പോൾ അവിടെ ആർക്കും ഇയാളെ മനസ്സിലാവില്ലല്ലോ. എടി, തലയിടിച്ച് നിന്റെയാണോ എന്റെയാണോ? നിന്റെ ബോധം പോയോ? പിന്നെ നമ്മൾ എന്താ ചെയ്യാ? ആലോചിക്കാം. അതല്ല ഇവിടെ കുറേ നേരമായിട്ട് ചെയ്തോണ്ടിരിക്കണേ. അതെ, നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. നിന്റെ മെമ്മറിയില്ല ഞാൻ ഈ ജയിലിൽ കിടന്നതായിട്ട് വല്ലതും തെളിഞ്ഞു വരുന്നുണ്ടോ? അത് അപ്പോഴല്ലേ വരുള്ളൂ. ഇൻ എനി കേസ് നോ മോർ സ്പോയിലേഴ്സ്. ഒരുമാതിരി ചൊറിഞ്ഞ വർത്താനം സംസാരിക്കല്ലേ. നീ പെട്ടെന്ന് പോയി നോക്ക. ചെല ചെല ചെല. അടച്ചിട്ടില്ല. ഹായ്, മനപ്പുറം താമസിച്ചു വന്നതല്ല. ദാ ഈ ടീമുകളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇങ്ങോട്ട് കെട്ടിയെടുത്തപ്പോഴത്തേക്ക് ഇത്തിരി ലേറ്റ് ആയിപ്പോയി. ഒരു 11 കോഫി. മിസ്റ്റർ നന്ദു, ഞാൻ അന്നൊരു മാന്യതയുടെ പുറത്താണ് അകത്തേക്ക് വിളിച്ചത്. എന്നുവെച്ചാൽ എന്നും ഈ സമയത്ത് കെട്ടിയെടുത്ത് വരരുത്. ഞാൻ പറഞ്ഞതല്ലേ, ക്ലോസിങ് ആസ് ആണ്. അല്ല, ഞാൻ ഇത്തിരി കസ്റ്റമേഴ്സിനെ കിട്ടിക്കോട്ടെ. കസ്റ്റമേഴ്സിൻ്റെ ഒരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ ആരുടെ ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല. ആരായിരുന്നു മാളു അത്? നീ എന്താ ചെയ്തേ? നിനക്ക് വീണ്ടും ബോധം പോയോ? ഇത് റോഹനല്ലേ? ഇവനാണോ നീ പറഞ്ഞ എൻ്റെ ഹാൻസം കെയറിംഗ് ഹസ്ബൻഡ്? ഇതെങ്ങനെയാ പൊട്ടിയത് ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞുതരാം. ഇത്രയൊക്കെ ചെയ്ത് വെറുതെ ആയോ? You owe me some answers. ഞാൻ പറയാം, ഐ പ്രോമിസ്, ബട്ട് നോട്ട് നൗ. വി ഹാവ് ബിഗർ പ്രോബ്ലംസ് റൈറ്റ് നൗ. Confusion ആവണ്ട. You can call me Mons.